2023 CNN ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ നിലവിലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തി. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അധികാരത്തിലേറി 24 മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കും. അവിടെ നിന്ന് 2024 സെപ്റ്റംബറിലേക്ക് എത്തുമ്പോൾ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ABC ന്യൂസ് സംഘടിപ്പിച്ച ചർച്ചയിലും കമലാ ഹാരിസിനെതിരായി ട്രംപ് അതേ വാദം ആവർത്തിച്ചു. അധികാരത്തിലേറി 24 മണിക്കൂറിനുള്ളിൽ യുക്രൈനിൽ സമാധാനം കൊണ്ടുവരും. ഇക്കഴിഞ്ഞ ഏപ്രിൽ 20-ന് ട്രംപ് അധികാരത്തിലേറിയിട്ട് 3 മാസം പിന്നിട്ടിരിക്കുന്നു. പക്ഷേ യുക്രൈനിൽ ഇപ്പോഴും ബോംബ് വർഷം അവസാനിച്ചിട്ടില്ല. റഷ്യയുടെ അധിനിവേശത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. പലവിധ ചർച്ചകൾ നടന്നെങ്കിലും റഷ്യ വരച്ച വരയിലാണ് ഇപ്പോഴും ട്രംപും സംഘവും. ഒരു മാറ്റവും കൊണ്ടുവരാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, റഷ്യയ്ക്ക് വേണ്ട രീതിയിലുള്ള അധിനിവേശ പ്രവർത്തനങ്ങൾ അവർ അനുസ്യൂതം തുടരുകയും ചെയ്യുന്നു. വെടിനിർത്തൽ ചർച്ചയിൽ പുരോഗതി ഇല്ലെങ്കിൽ ചർച്ച ഉപേക്ഷിക്കുമെന്നാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലപാട്. ശതകോടീശ്വരന്മാർ ചുറ്റുമുള്ള ഒരു ചടങ്ങിൽ ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുന്ന ദിവസം റഷ്യ ചെയ്തത് കിഴക്കൻ യുക്രൈനിലെ ഡോണറ്റ്സ് മേഖലയിലെ വോക്കോ ഗ്രാമത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കലായിരുന്നു. അന്നു മുതലേ റഷ്യയുടെ നിലപാട് വ്യക്തമാണ്. അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഉപാധികൾ അംഗീകരിക്കും വരെ പിന്നോട്ടില്ല. ഏപ്രിൽ 13-ന് വടക്കുകിഴക്കൻ യുക്രൈനിലെ സുമിയിൽ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണവും ആ നിലപാടിന്റെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനമായിരുന്നു. അതിൽ നിന്ന് ഒരു നിമിഷത്തിൽ പോലും റഷ്യ പിന്നോട്ട് പോയിട്ടുമില്ല. റഷ്യയുടെ അധിനിവേശം അവസാനിപ്പിക്കുന്നതിനുള്ള ട്രംപിന്റെ നയതന്ത്ര നീക്കങ്ങൾ പാളുന്നതിന് പിന്നിൽ ബന്ധപ്പെട്ട കക്ഷികളുടെ 2 ധ്രുവങ്ങളിലുള്ള നിലപാട് ആണ് എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം യുക്രൈനിന്റെ പ്രശ്നങ്ങൾ അമേരിക്കയുടെ തലവേദനയല്ല. ട്രംപിന് നാറ്റോയോട് പോലും താല്പര്യമില്ല. അവയിലെല്ലാം ഒരു തീരുമാനം കൈക്കൊള്ളണമെങ്കിൽ യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കണം. അതിനുവേണ്ടി മാത്രമാണ് തിടുക്കപ്പെട്ടുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കങ്ങൾ. എന്നാൽ മാത്രമേ അമേരിക്കയ്ക്ക് ഭീഷണിയാകുന്ന ഇൻഡോ പസഫിക്കിലെ ചൈനയെ നേരിടുന്നതിലേക്ക് മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കാൻ ട്രംപിന് സാധിക്കുകയുള്ളൂ. ഈ ഒരു അപൂർവ അവസരമാണ് റഷ്യ മുതലെടുക്കുന്നത്. റഷ്യ പ്രധാനമായും ആവശ്യപ്പെടുന്നത് 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ആദ്യത്തേത് യുക്രൈന് നാറ്റോ അംഗത്വം പാടില്ല എന്നതാണ്. 2, റഷ്യ പിടിച്ചടക്കിയ യുക്രൈനിലെ ക്രിമിയ, ഡോണറ്റ്സ്ക്, ലുഹാൻസ്ക്, സാപ്പോറിഷ്യ, കേഴ്സൺ എന്നീ ഒബ്ലാസ്റ്റുകൾ തങ്ങളുടേതാണെന്ന് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുകയാണ്. അവസാനത്തേത് യുക്രൈന്റെ ഡീമിലിറ്ററൈസേഷൻ ആണ്. യുക്രൈൻ അധിനിവേശത്തിൽ മേൽക്കൈയുള്ള റഷ്യയ്ക്ക് ഈ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കപ്പെട്ടാൽ മാത്രം വെടിനിർത്തൽ കരാറിലേക്ക് കടന്നാൽ മതി എന്നതാണ് നിലപാട്. അമേരിക്കയുടെ തിടുക്കവും കൂടിയാകുന്നതോടെ റഷ്യ മൊത്തത്തിൽ മേൽക്കൈ നേടിയിട്ടുമുണ്ട്. എന്നാൽ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം റഷ്യയ്ക്ക് വഴങ്ങിയാൽ അത് മൊത്തത്തിൽ സുരക്ഷാ ഭീഷണിയാകും. അതുകൊണ്ട് തന്നെയാണ് യുക്രൈന്റെ ഭൂമി വിട്ടുകൊടുക്കില്ല എന്ന വോളോഡിമിർ സെലൻസ്കി നിലപാടിന് അവർ കൈകൊടുക്കുന്നത്. എന്നാൽ യൂറോപ്പിൽ ഇനി കാര്യമില്ലെന്ന് വിശ്വസിക്കുന്ന ട്രംപിനും സഖ്യത്തിനും റഷ്യയുടെ നിലപാട് അംഗീകരിച്ചാലും പ്രശ്നമില്ല എന്നാണ്. അങ്ങനെ ഈ വെടിനിർത്തൽ ചർച്ചയിൽ ഉൾപ്പെട്ടവരെല്ലാം പലവിധ തട്ടിലാണ്. അതാണ് ഈ ചർച്ചയുടെ പ്രധാന പ്രശ്നവും. ഈ വെടിനിർത്തൽ ചർച്ചയിലെ റഷ്യയുടെ ഓരോ നീക്കങ്ങളും ബുദ്ധിപരമായിട്ടായിരുന്നു. വിശാലമായ സമാധാന ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നതിനായി 30 ദിവസത്തെ വെടിനിർത്തലിനുള്ള നിർദ്ദേശം ട്രംപ് മാർച്ചിൽ മുന്നോട്ട് വെച്ചപ്പോൾ പുടിന്റെ തന്ത്രപരമായ നീക്കവും ലോകം കണ്ടു. പുടിനെ സംബന്ധിച്ചിടത്തോളം അധിനിവേശ പ്രവർത്തനം തുടരുകയാണെങ്കിൽ മാത്രമേ അവർക്ക് ഈ ചർച്ചയിൽ മേൽക്കൈ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് യുക്രൈൻ അംഗീകരിച്ചിട്ടും റഷ്യ ആ ചർച്ചയെ ഊർജ്ജ വിതരണ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ നിരോധിക്കുന്ന ഭാഗിക വെടിനിർത്തലായി മാത്രം മാറ്റിയത്. റഷ്യ അതിലൂടെ പലവിധ നേട്ടങ്ങളാണ് ഉണ്ടാക്കിയത്. ഒന്ന്, ട്രംപിനെ തണുപ്പിക്കുകയായിരുന്നു. മറ്റൊരു പ്രധാന കാരണം, റഷ്യയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം നടത്താൻ പണം വേണം. ഒരുപാട് ഉപരോധങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവർ ആശ്രയിക്കുന്നത് പ്രധാനമായും എണ്ണ വിൽപ്പനയെയാണ്. അതിനെ യുക്രൈൻ ലക്ഷ്യമിട്ടിരിക്കുന്ന സമയത്താണ് ഊർജ്ജ വിതരണത്തിനെതിരായ ആക്രമണങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള വെടിനിർത്തൽ നിർദ്ദേശം റഷ്യ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ യുദ്ധം തുടരാനുള്ള കെൽപ്പ് നേടിയെടുക്കുകയായിരുന്നു പുടിൻ ചെയ്തത്. റഷ്യയുടെ ഉപാധികൾ അംഗീകരിക്കും വരെ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല എന്ന് തന്നെയാണ് പുടിൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം പാരീസിൽ നടന്ന ചർച്ചയിൽ അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശം റഷ്യയുടെ ആവശ്യങ്ങളിൽ പലതും അംഗീകരിക്കുന്നതുമാണ്. അത് ശരിയാണെങ്കിൽ റഷ്യ വരച്ച വരയിൽ നിൽക്കുന്നു എന്ന ആരോപണത്തെ കൂടിയാകും ട്രംപ് ശരിവെക്കുന്നത്.